അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? പനിബിംബനമ്പരം തീരുന്നതെന്ന കണ്ണീർ കഴങ്ങൾ തോരുന്നതെന്ന കൽബിംബനമ്പരം തീരുന്നതെന്ന കണ്ണീർ കഴങ്ങൾ തോരുന്നതെന്ന ശിഹാബ് തങ്ങളെ വേർപാട് നമ്മെ ദുഃഖമിലാഴ്ത്തിയല്ലോ കൽവുള്ളം നേരിപ്പുകയുന്നല്ലോ കൽവിന്റെ നൊമ്പരം തീരുന്നതെന്ന കണ്ണീർ കഴങ്ങളിൽ തോരുന്നതെന്ന ശിഹാബ് തങ്ങളെ വേർപാട് നമ്മെ ദുഃഖമിലാഴ്ത്തിയല്ലോ കൽബുള്ളം നേരിപ്പുകയുന്നല്ലോ. ആരോടു വാത്സല്യ പുഞ്ചിരി തൂകി ആദരവേറും സ്നേഹം വിടർത്തി ആരോടു വാത്സല്യ പുഞ്ചിരി തൂകി ആദരവേറും സ്നേഹം വിടർത്തി താഴ്മയും തഖ്വയും ജീവിത പാതയും കൈമുതലാക്കിയോരേ തങ്ങളാം കൈമുതലാക്കിയോരേ കൽബിന്റെ നൊമ്പരം തീരുന്നതെന്ന കണ്ണീർ കഴങ്ങൾ തോരുന്നതെന്ന ശിഹാബ് തങ്ങളെ വേർപാട് നമ്മെ ദുഃഖമിലാഴ്ത്തിയല്ലോ കൽബുള്ളം നേരിപ്പുകയുന്നല്ലോ. കൊടപ്പനക്കൽ തറവാട്ടിൽ ജനിച്ച് നിസ്തുല്യ ജീവിതം നമ്മിൽ നയിച്ച് കൊടപ്പനക്കൽ തറവാട്ടിൽ ജനിച്ച് നിസ്തുല്യ ജീവിതം നമ്മിൽ നയിച്ച് താഴ്മയും തഖ്വയും ജീവിത പാതയും കൈമുതലാക്കിയോരേ തങ്ങളാം കൈമുതലാക്കിയോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസമ്മിൽ വി എന്ന ഐഡിയിൽ നിന്ന് എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. മുസമ്മിൽ വി എന്ന ഐഡിയിൽ നിന്ന് മഹാനായിരിക്കുന്ന ശിഹാബ് തങ്ങളെ കുറിച്ച് നല്ലൊരു ഗാനം നമ്മുടെയൊക്കെ നമ്മുടെ മനസ്സുകളെ മഹാനായിരിക്കുന്ന ശിഹാബ് തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുപോയ മുസമ്മിൽ മോൻ. മുസമ്മിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടോന്നറിയില്ല. മുസമ്മിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? നാട്ടിലാണ്. മാഷാ അല്ലാഹ്. എന്നാലും എത്ര കോട്ടയ്ക്കാണ്. മാഷാ അല്ലാഹ്. 9ാം ക്ലാസ്സിലാണല്ലേ? എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞ് കൊടപ്പനക്കൽ തറവാടിനെ കുറിച്ച് പറഞ്ഞു, തങ്ങളുടെ ആ ജീവിത വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞ് തങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസമ്മിൽ മോനെ ഇനിയും നല്ലതുപോലെ പാടാനുള്ള
തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകട്ടെ. എല്ലാവരും മൈക്കിൽ വരിക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മൈക്കിൽ വന്ന് പാട്ട് പാടുക. എല്ലാവരും ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തിട്ട് വരിക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ പാടാനും പറയാനും ഒക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പാട്ട് മാത്രം പോരാ, കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കഥകളും ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുള്ള അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാവരും മൈക്കിൽ വരിക. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അബുദാബിയിലാണ്. എന്നോട് പേര് നൗബ നസീമാണ്. ഞാനൊരു പാട്ട് പാടാം. മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ, മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ, പൂനിലാമദീനയിൽ പൂനിലാമദീനയിൽ പരിമളസുഖമേ അസ്സലാം. മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ, മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ, കനകപതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാം, കതിരൊളി നൂറിലടഞ്ഞിടുവാൻ അഭിലാഷം നിറമാം. കനകപതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാം, കതിരൊളി നൂറിലടഞ്ഞിടുവാൻ അഭിലാഷം നിറമാം. തുമ്പിടും മനസ്സിൽ മണിച്ചെപ്പ് തിങ്കൾ തീരവിലെത്തിക്കും നാദവീണത്തോളല്ല, മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ, മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. നൗബമോൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറഞ്ഞേ? ഞാനത് ശ്രദ്ധിച്ചില്ല. പേര് കേട്ടു, അതിനുമ്പ് പറഞ്ഞത് ക്ലിയർ ആയില്ല. നൗബ നസീം. മാഷാ അല്ലാഹ്. നൗബമോൾ എത്ര പഠിക്കണോ? കേട്ടിട്ടില്ല. മാഷാ അല്ലാഹ്. എന്തായാലും നമ്മുടെ സമസ്ത കേരള ഇസ്ലാമി ക്ലാസ് റൂമിലൂടെ കുരുന്നുകൂട്ടം ലൈവായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റേഡിയോയിലൂടെയൊക്കെ റേഡിയോ കേൾക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും എല്ലാവർക്കും വേണ്ടി നമ്മുടെ നൗബ മോള് നല്ലൊരു പാട്ട് പാടി ചേർത്തിട്ടില്ല, സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗളയിലേക്ക് എല്ലാവരും കാണാൻ കൊതിക്കുന്ന, എല്ലാവരും എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് റൗള ശരീഫ് കാണാൻ, മക്ക കാണാൻ, റൗള കാണാനൊക്കെ ഉള്ളത്. എന്തായാലും നൗബമോള് ഒരു പ്രാർത്ഥന കൂടിയാണ് ആ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പാട്ടിലൂടെ ഒരു കാണാനുള്ള, റൗള കാണാനുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള കാണാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നല്ലൊരു പാട്ട്. നൗബമോൾക്ക് ഒരുപാട് പൂവ്. ഇവിടെ എത്രയോ ആളുകൾ നൗബമോളുടെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ എത്ര പൂവാ നൗബമോൾക്ക് തന്നിട്ടുള്ളത്? ഒക്കെ മോൾക്കുള്ളതാണ് കേട്ടോ. എന്തായാലും നല്ല പാട്ടായിരുന്നു. ഇനിയും നല്ലതുപോലെ പാടാനും നല്ല ബുദ്ധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തായാലും അടുത്ത ആള് മൈക്കിൽ വരിക. ഞാൻ മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഇനി ആരും പാട്ട് പാടാനില്ല, എല്ലാവരും വന്ന് പാടാ. നൗബമോൾക്ക് ഇനിയും പാടാട്ടോ. പാട്ട് പാടാ, കഥ പറയാം. മമ്മൂട്ടി കാണുന്നില്ല. മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ, മനസ്സിൽ ത്വയ്ബവസന്തമേ പുണ്യമരീചിക തീരമേ,
കമലാപതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാൻ കതിരളി നൂറിലടങ്ങിടുവാൻ അഭിലാഷം നിറവാൻ കമലാപതിയിൽ പോയിടുവാൻ കാഞ്ചനമോഹമാൻ കതിരളി നൂറിലടങ്ങിടുവാൻ അഭിലാഷം നിറവാൻ തുമ്പിടും മനസ്സിൽ മണിച്ചെപ്പ് തിങ്കൾ ചൂടവിലെത്തിക്കും നാദീതല്ല മനസ്സിൽ ചെയ്ത സ്വന്തമേ പുണ്യമരീചിക തീരമേ മനസ്സിൽ ചെയ്ത സ്വന്തമേ പുണ്യമരീചിക തീരമേ അസലവിളിക്കും. മോളുടെ പാട്ട് കേട്ടോ? മോള് കേട്ടോ? പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, പിന്നീടാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. അതൊന്നുമില്ല, നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് നമ്മളെ ഷാഫിസ്താദ് പറഞ്ഞതുപോലെ തന്നെ. വളരെ മനോഹരമായിട്ട് പാടി. ഞാൻ പൂവിട്ട് ഞാൻ എന്താ ഡീസി ആയിപ്പോയി, ക്ലാസ് റൂം ക്ലോസ് ആയിപ്പോയി. പാട്ട് പാടി തീർന്നതും ഞാൻ പൂവ് ഓവറായപ്പോ പാട്ട് പാടിയത് പൂവിട്ട് ഓവറായി പോയി, ഞാൻ ഡീസി ആയിപ്പോയി, അങ്ങനെ ഞാൻ പുറത്തുപോയി. അതായിരുന്നു അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായിട്ട് പാടി. നല്ല നല്ല പാട്ടുകളൊക്കെ ഇനിയും പഠിച്ചു വെച്ചിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ ഇൻഷാ അല്ലാഹ് മോള് പാടണം. അപ്പൊ ഇനി മറ്റു കുട്ടികളൊക്കെ വരും. മോള് ഇനി വേറെ പാട്ടില്ലേ? വേറെ പാട്ടുണ്ടോ? വളരെ ഉഷാറായിരുന്നു കേട്ടോ, വളരെ ഉഷാറായിരുന്നു. വേറെ പാട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പാടിക്കൂടെ? മോളടുത്ത് വേറെ പാട്ടില്ലേ? മോളെ പേരെന്താ? നുബ മോളല്ലേ? നുബ, ഒരു പുതിയ പേരാണ്. അപ്പൊ മറ്റു കുട്ടികളൊന്നും ഒന്നെന്ത് പറ്റി കുരുന്നുകൂട്ടം നമ്മൾ നേരത്തെ തുടങ്ങാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ ഇവിടെ ലൈവ് ആയത് കൊണ്ട് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോന്നൊരു സംശയമുണ്ട്. അപ്പൊ ശബ്ദം കേൾക്കുന്ന ഐഡിയയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇനി പാടാൻ ആരെങ്കിലും ഉണ്ടോ? അത് അല്പസമയം കൂടെ ഇനി ബാക്കിയുള്ളൂ. നൗബ, ശരിയാ, ആയിക്കോട്ടെ. അപ്പോ നൗബ മോൾ ആയിക്കോട്ടെ. അപ്പൊ മുനീർ ഇരുമ്പുചോല, മാഷാ അല്ലാഹ്, മുനീർ ഇരുമ്പുചോല നല്ല പാട്ട് പാടുന്ന മോനാണ്. അപ്പൊ ഇനി ആരൊക്കെ ഉള്ളവരൊക്കെ റിസാൻ ചെയ്തോളിട്ടാ. നൗബ മോളെ ഒരു പാട്ടും കൂടെ റെഡി ആക്കിയിട്ട് ഉടനെ അടുത്ത മുനീറിന് ശേഷം ഇൻഷാ അല്ലാഹ് നൗബ മോളെ ഒരു പാട്ട് കൂടെ പാടും ഇൻഷാ അല്ലാഹ് എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും മുനീർ ഇരുമ്പുചോല വരും. ഷാഫി ഉസ്താദ് അവിടെ തന്നെ വേണം കേട്ടോ. ഷാഫി ഉസ്താദ് അതിനുശേഷം മൈക്കെടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു എന്റെ ശബ്ദം കേൾക്കാമോ? ഞാനൊരു പാട്ട് പാടാം. ഇഷ്കിൻ തീരം വന്നവരെ, ഇമ്പവും കൽബകമുള്ളവരെ, മുത്ത് ഹബീബെ മറന്നു പോയോ, സ്നേഹനിലാവും മാഞ്ഞു പോയോ, വിളിക്കോ തിരുനബിയാരെന്നറിയോ സ്നേഹിത. വഫാത്തിൻ നേരം നമ്മെയോർത്ത് കരഞ്ഞതാൽ, യാ നബിയേ യാ നസീബേ, ആശിഖീങ്ങൾ പാടിടുന്നേ. യാ നബിയേ യാ നസീബേ, ആശിഖീങ്ങൾ പാടിടുന്നേ. ഇഷ്കിൻ തീരം വന്നവരെ, ഇമ്പവും കൽബകമുള്ളവരെ, മുത്ത് ഹബീബ് മറന്നു പോയോ, സ്നേഹനിലാവും മാഞ്ഞു പോയോ, വിളിക്കോ തിരുനബിയാരെന്നറിയോ സ്നേഹിത. വഫാത്തിൻ നേരവും നമ്മെയോർത്ത് കരഞ്ഞതാൽ, പുണ്യ സ്വഹാബത്തിൻ ചരിതം കേട്ടോ, മുത്തിൻ സ്നേഹം തുളുമ്പുന്ന രാഗം കേട്ടോ. പുണ്യ സ്വഹാബത്തിൻ ചരിതം കേട്ടോ, മുത്തിൻ സ്നേഹം തുളുമ്പുന്ന രാഗം കേട്ടോ.
ഉഹദിൻ പല്ലിൻ മുൻപല്ലിൻ പൊട്ടുപൊടിഞ്ഞതിനാ നൊമ്പരമാല പല്ലുകളൊത്തി വൈത്ത മലേശികളാം ഒരു നോക്കിനായി പൂമുഖം കാണാൻ കഴിയായി വേദനയായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളാലെ സവിധം വന്നവരാ യാ നബിയേ യാ നസീബേ ആശിഖീങ്ങൾ പാടിടുന്നേ യാ നബിയേ യാ നസീബേ ആശിഖീങ്ങൾ പാടിടുന്നേ ഇഷ്കിൻ തീരം വന്നവരെ ഇമ്പവും കൽബകമുള്ളവരെ മുത്ത് ഹബീബ് മറന്നു പോയോ സ്നേഹനിലാവും മാഞ്ഞു പോയോ വിളിക്കോ തിരുനബിയാരെന്നറിയൂ സ്നേഹിത വഫാത്തിൻ നേരവും നമ്മെ ഓർത്ത് കരഞ്ഞതാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ്. മുനീർ ഇരുമ്പുചേല. മോന്റെ പേരെന്താ പറഞ്ഞു? മോന്റെ പേരെന്താ? മുനീർ തന്നെയാണോ പേര്? മോളാണ്. മാഷാ അല്ലാഹ്. ഞാൻ വോയിസ് അങ്ങനെ മോളെ പിന്നെ മുനീർ മോയി പാടുന്നൊക്കെ നേരത്തെ മുഹമ്മദിക്ക് പറഞ്ഞോടാന്ന് വെച്ചാ മാജിദ് മോളാണല്ലേ? മാഷാ അല്ലാഹ്. നല്ലൊരു പാട്ടല്ലേ? ഇഷ്കിൻ തീരം വന്നവരെ. നല്ല പാട്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ പാടില്ല. നബി തങ്ങളോടുകൂടെ നബിക്ക് വേണ്ടി നെക്സ്റ്റ് ഹസൻ മോനല്ലേ ദുൽദുൽ എന്നുള്ള ഐഡിയ നെക്സ്റ്റ് ഹസൻ മോൻ നമ്മോട് പാട്ട് പാടും. എന്തായാലും മാജിദ് മോളെ നല്ല പാട്ടായിരുന്നു. ഇനിയും ഒരുപാട് പാട്ടുകളുമായി മാജിദ് മോള് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാജിദ് മോൾക്ക് പാടാനും നല്ലതുപോലെ പറയാനും അതുപോലെ തന്നെ പഠിക്കാനുമുള്ള നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ദുആ ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തത് ഇൻഷാ അല്ലാഹ് ദുൽദുൽ എന്ന ഐഡിയിൽ നിന്നും നമ്മളോട് ഹസൻ മോനെ ഒരു പാട്ട് പാടുന്നു. ഞാൻ മൈക്കിൾ റിലീസ് ചെയ്യുന്നു ഹസൻ മോന് വേണ്ടി. അസ്സലാമു അലൈക്കും. സ്തുതികളകിലവും പ്രപഞ്ചനാഥനെ ഗിടാം സുഗന്ധമഴയിത നമുക്കൊന്നായി അലിഞ്ഞിടാം സമർപ്പണത്തിനുത്തമമാം മാതൃകാ നബി അവരിലായി സ്വലാത്ത് സമർപ്പണ്ട് ചൊല്ലിടാം സ്തുതികളകിലവും പ്രപഞ്ചനാഥനെ ഗിടാം സുഗന്ധമഴയിത നമുക്കൊന്നായി അലിഞ്ഞിടാം സമർപ്പണത്തിനുത്തമമാം മാതൃകാ നബി അവരിലായി സ്വലാത്ത് സമർപ്പണ്ട് ചൊല്ലിടാം SKSSF ജിന്ദാബാദ് സിൽവർ ജൂബിലി ജിന്ദാബാദ് ഗ്രാൻഡ് ഫിനാലെ ജിന്ദാബാദ് സമർകന്ദ് ജിന്ദാബാദ് സമർകന്ദ് ജിന്ദാബാദ് ആയിരങ്ങളാലവങ്ങളാലെ വന്നിതാ തോരണങ്ങളും ത്രിവർണ്ണ കൊടി പറന്നിതാ ഓടിവരൂ സ്വാഗതങ്ങളോടിടുന്നിതാ സാഗരമായി സമർക്കന്തലയടിച്ചിതാ ആയിരങ്ങളാലവങ്ങളാലെ വന്നിതാ തോരണങ്ങളും ത്രിവർണ്ണ കൊടി പറന്നിതാ ഓടിവരൂ സ്വാഗതങ്ങളോടിടുന്നിതാ സാഗരമായി സമർപ്പന്തലയടിച്ചിതാ SKSSF ജിന്ദാബാദ് സിൽവർ ജൂബിലി ജിന്ദാബാദ് ഗ്രാൻഡ് ഫിനാലെ ജിന്ദാബാദ് സമർകന്ദ് ജിന്ദാബാദ് സമർകന്ദ് ജിന്ദാബാദ്
സമസ്തയെന്ന പൂമരത്തണൽ നുകർന്നു കേരളം സ്വാതികർ വരച്ച് തങ്ങൾ എട്ടെടുത്ത പൂമരം ശംസുൽ ഉലമ കണ്ണിയത്തുസ്താദരും ചെയ്തോഹരം സയ്യിദരാം പാണക്കാട് മുത്തുകൾക്കു മാതരം SKS സമസ്തയെന്ന പൂമരത്തണൽ നുകർന്നു കേരളം സ്വാതികർ വരക്കൽ തങ്ങൾ നെട്ടെടുത്ത പൂമരം ശംസുൽ ഉലമ കണ്ണിയത്തുസ്താദരും ചെയ്തോഹരം സയ്യിദരാം പാണക്കാട് മുത്തുകൾക്കു മാതരം നീതിബോധ ജാഗ്രത സദാ സകല ജാല നന്മയ്ക്കായിതാ സമർക്കന്ത് ജിന്ദാബാദ് സമർക്കന്ത് ജിന്ദാബാദ് സ്തുതികളകിലവും പ്രപഞ്ചനാഥനേകിടാം സുഹൃതമഴയിതാ നമുക്കൊന്നായലിഞ്ഞിടാം സമർപ്പണത്തിനുത്തമമാം മാതൃകാനബി അവയിലായി സ്വലാത്ത് സമർക്കന്ത് ചൊല്ലിടാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഹസൻ മോൻ അല്ലേ? എന്റെ ശബ്ദം എല്ലാവരും കേൾക്കുന്നില്ലേ? ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. നമ്മൾ എവിടെ വെച്ച് കേട്ടതാണ് ഈ പാട്ട്? ഫെബ്രുവരി മാസത്തിൽ നമ്മൾ എല്ലാവരും കേട്ടു, സമർക്കന്തിൽ വെച്ച്. എന്തായാലും തൃശ്ശൂർ അതന്നെ ബുൽബുൽ എന്ന ഐഡിയിൽ നിന്ന് ഹസൻ മോൻ, നമ്മുടെ SKICRന്റെ വാനമ്പാടി ഹസൻ മോൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കുട്ടിയാണ്. നല്ല രീതിയിൽ പാട്ട് അവതരിപ്പിച്ചു. മാത്രമല്ല സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ സമസ്തയെ കുറിച്ചുള്ള ഒരു പാട്ട് പാടി സമസ്ത നേതാക്കന്മാരെ കുറിച്ച് മഹാനായിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിനെയും വരക്കൽ തങ്ങളെയും ശംസുൽ ഉലമയെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ സമസ്തയുടെ നേതാക്കളിലേക്കും അതുപോലെ തന്നെ സമസ്തയുടെ പൂർവ്വകാല ചരിത്രങ്ങളിലേക്കും എത്തിച്ച ഒരു പാട്ടിലൂടെ എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹസൻ മോൻ. ഒരുപാട് സന്തോഷം ഹസൻ മോന്റെ കാര്യത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഹസൻ മോനെ കാണാനും പറയാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പരീക്ഷകളിലും അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി മുനീർ ഇരുമ്പുചോല വീണ്ടും നമ്മളോട് പാട്ടുപാടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. മുനീർ ഇരുമ്പുചോല എന്ന ഐഡിയിൽ നിന്നും ഇനി ആരാണ് നമ്മോട് പാട്ട് പാടുക? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. മജീദ് മോൾ തന്നെയാണോ എന്നറിയില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ഞാനൊരു പാട്ട് പാടാം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അരുമ പുണ്യരുമാലേ പ്രഭയോടെ നീങ്ങി സമസ്ത പ്രതാപ സമസ്ത. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ വിരിച്ചു തന്നു മഹൻ സമസ്ത എന്ന പൂവിതിനെ. വരക്കൽ മുല്ലക്കോയ തങ്ങളെന്ന താരകമേ വിരിച്ചു തന്നു മഹൻ സമസ്ത എന്ന പൂവിതിനെ. മങ്കീഷ മഹ്ലുബൈത്തിൽ ഹാജരായ പൂങ്കരള് വിശേഷം ശംസുൽ ഉലമ സമസ്തക്കെന്ന പിമ്പ്രമേ. മങ്കീഷ മഹ്ലുബൈത്തിൽ ഹാജരായ പൂങ്കരള് വിശേഷം ശംസുൽ ഉലമ സമസ്തക്കെന്ന പിമ്പലമേ. വിജ്ഞാന ഗോപുരമായ കണ്ണീയത്തോര സമസ്ത
വിസ്മയ സമസ്തയിലേക്ക് CH ഹൈദ്രോസ് ഉസ്താദ് പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം കഹീദുൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തിജ്വലിച്ചു നിന്ന സമസ്തയുടെ മുഖരാവിൽ കഹീദുൽ കൗമോരും പൂക്കോയ തങ്ങളോരും കത്തിജ്വലിച്ചു നിന്ന സമസ്തയുടെ മുഖരാവിൽ സെയ്ദുമർ ബാഫഖിയും ഉമറേലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പന്താവിൽ സെയ്ദുമർ ബാഫഖിയും ഉമറേലി തങ്ങളോരും സമഗ്ര കർമ്മമേകി സമസ്തയുടെ പന്താവിൽ നാട്ടിക മൂസ മുസല്ലാർ പ്രയത്നിച്ച പുണ്യ സമസ്ത നേരിൻ തിരി തെളിയിച്ച കേട്ടീമാന് മുസല്യാർ ബഹുമാന്യ ബാപ്പു മുസല്യാർ മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം പുന്നാരക്കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജ്വലിച്ചു നിന്ന സമസ്തയുടെ പന്താവിൽ പുന്നാരക്കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ കത്തിജ്വലിച്ചു നിന്ന സമസ്തയുടെ പന്താവിൽ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദോരും പൊന്നു സമസ്തയെ ചേലോടെ വളർത്തുന്നു ഉലമാക്കന്മാർ ായ സമസ്ത പാണക്കാട്ട സയ്യിദ് പരിപാലിക്കുന്ന സമസ്ത പരിഭാവനമം സമസ്ത മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം മഹനീയ പണ്ഡിത സംഘം മഹദേറും സമസ്തയിലംഗം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാജിദ മോളെ മബ്റൂക് മബ്റൂക്. ഞാൻ എങ്ങനെ പുകഴ്ത്തണമെന്നറിയില്ല. ഇന്ന് ഇന്ന് ഖുർആൻ ക്ലാസ് ഇല്ല എന്ന് നമ്മുടെ ശ്രദ്ധ ഉസ്താദ് നമ്മളോട് നമുക്ക് ഖുർആൻ ക്ലാസ് നമ്മുടെ തജ്വീദ് പ്രത്യേകിച്ച് നമ്മളെ കുട്ടികളുടെ തജ്വീദിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസ്മില്ലാഹി എന്ന ഐഡിയിൽ നിന്നുള്ള ഉസ്താദ് ഇന്ന് ഖുർആൻ ക്ലാസ് ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബകൂട്ടം കാരണമാവും. എന്തായാലും മാജിദ് മോള് നല്ല പാട്ടാ പാടിയത്. സമസ്തയുടെ നേതാക്കന്മാര് ഓരോരുത്തരുടെയും ഇനി അത് പറയാൻ ബാക്കി വെച്ചിട്ടില്ല എന്നാണ് ഞാൻ പാട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. മാജിദ് മോള് നല്ല പാട്ടാ പാടിയത്. കാരണം വളരെയധികം സമസ്തനെ കുറിച്ച് ഞാൻ വല്ലാതെ നമ്മുടെ മനസ്സ് സമസ്ത നേതാക്കന്മാരിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. നേരത്തെ ദുൽദുലുള്ള ഐഡിനെ പാടിയതുപോലെ സമർഖന്ദിനെ കുറിച്ച് പാടിയപ്പോ അതിൽ സമസ്ത നേതാക്കന്മാരെ ഉൾപ്പെടുത്തി എന്നതുപോലെ മാജിദ മോള് നല്ലതുപോലെ നല്ല സന്തോഷം തോന്നി. മനസ്സിൽ വളരെയധികം റാഹത്ത് തോന്നി. സമസ്തയുടെ ഓരോ നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞു. ആറ്റിക് ഉസ്താദ്, മാനു ഉസ്താദ്, കാളമ്പാട് ഉസ്താദ്, ശംസുലമ്മ, ഇങ്ങനെ തുടങ്ങി എല്ലാ നേതാക്കന്മാരുടെ പേരും പറഞ്ഞിട്ട് നല്ലൊരു പാട്ട് നമുക്ക് മാജിദ മോള് പാടി തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മാജിദ മോൾക്ക് ഇനിയും നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് പാട്ട് പാടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാജിദ മോളുടെ മാതാപിതാക്കൾക്ക് രണ്ട് ലോകത്തും ഗുണം ചെയ്യുന്ന മകളാക്കി മാജിദ മോളെ അല്ലാഹു മാറ്റിത്തീർക്കുമാറാവട്ടെ. എന്തായാലും അടുത്തത് ന്യൂസാലു ത്രിപുൽപ്പ എന്ന ഐഡിയിൽ നിന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരും നോക്കാം.
എന്റെ പേര് സൽവ. ഞാനൊരു പാട്ട് പാടാൻ സെൽവമോളെ ക്ലിയറായി കേട്ടില്ല. മബ്രൂക്ക്. എന്തായാലും സെൽവമോള് നമ്മളെ ഉദയസ്ഥാദിന്റെ മോളാണെന്ന് തോന്നുന്നില്ലേ? ഉദയസ്ഥാന്റെ മോളല്ലേ തോട്ടക്കര ഉസ്താദ് അജയരെ? സെൽവമോള് കഴിഞ്ഞ ആഴ്ച തുടക്കം ചെയ്തായി. പക്ഷെ എന്ത് സെൽവമോളെ, ഇവിടെ എല്ലാരും നല്ല സെൽവമോളെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കല്ലേ. കഴിഞ്ഞ ആഴ്ച സെൽവമോള് നല്ല പാട്ട് പാടി, എല്ലാവർക്കും സന്തോഷമായി. എത്രയോ കൊട്ടക്കണക്കിന് പൂവുകളാണ് സെൽവമോള് കിട്ടിയത്. സെൽവമോള് ഇനി വന്ന് പാടണം. ഇംഗ്ലീഷ് പാട്ടാണ് പാടിയതെന്ന് തോന്നുന്നു. കുറച്ച് ഫസ്റ്റ് തുടക്കം കുറച്ച് ഉഷാറാക്കി, പിന്നെ എന്താണെന്നറിയില്ല. സെൽവമോൾ പേടിയായെന്നറിയാം. ഇവിടെ പേടിക്കാനൊന്നുമില്ല. സെൽവമോളുടെ പാട്ടിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. സെൽവമോൾ ഇനി വന്ന് പാടണം കേട്ടോ. എന്തായാലും നമ്മുടെ മാജിദ് മോള് ഇനിയും പാടാനുള്ള കൊതിയോടെ വീണ്ടും മൈക്കിലേക്ക് വരുന്നുണ്ട്. മാജിദ് മോൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. കുരുന്നുകൂട്ടം ഇങ്ങനെ എല്ലാവരും ഇനിയും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ റൈസ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മാജിദ് മോൾക്ക് വേണ്ടി ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് നവ്വ. ഞാൻ പാട്ട് പാടാം. തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങും റൗള കാണാനാ എന്നിൽ കോതിയേറെയാ തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങും റൗള കാണാനാ എന്നിൽ കോതിയേറെയാ ആശയുമായി ഞാനീ പൂവണിക്കൂക്കോനെ ആശയുമായി ഞാനീ പൂവണിക്കൂക്കോനെ ഹൈറാത്തേതു റൗള ഞാൻ കണ്ടില്ല ഖൽബിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല ഹൈറാത്തേതു റൗള ഞാൻ കണ്ടില്ല ഹൈറിൽ നിറഞ്ഞുള്ള ആശ പൂത്തില്ല എന്റെ ഹബീബിനായി ഞാൻ ചേർന്നില്ല എന്റെ മനമൊട്ടും കുളിർത്തതില്ല എന്റെ ഹബീബിനായി ഞാൻ ചേർന്നില്ല എന്റെ മനമൊട്ടും കുളിർത്തതില്ല എൻ കനവിൽ നബിയേ അരികിൽ വന്നണയൂ തനിയേ എൻ കനവിൽ നബിയേ അരികിൽ വന്നണയൂ തനിയേ തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ മായങ്ങും റൗള കാണാനാ എന്നിൽ കോതിയേറെയാ ഇഷ്കാന്റെ കൽബ് പെരുത്ത് പേറി ഇഷ്ടം പിന്നെ എന്നിൽ നോവുമായി മാറി
പിന്നെ എന്നിൽ നോവുമായി മാറി. ഹൈറിൽ ചേർന്നിടന്നായി ആഗ്രഹമേറി, കണ്ണിൽ കാണുവാനായെന്നും ഞാൻ തേടി. ഹൈറിൽ ചേർന്നിടന്നായി ആഗ്രഹമേറി, കണ്ണിൽ കാണുവാനായെന്നും ഞാൻ തേടി. എന്നെ വിളിക്കല്ലേ അരികിൽ വന്നണയൂ തനിയേ, എന്നെ വിളിക്കല്ലേ അരികിൽ വന്നണയൂ തനിയേ. തോഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, മയങ്ങും റൗള കാണാനാ എന്നിൽ കൊതിയേറെയാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൗബമോളല്ലേ പാട്ട് പാടിയത്? നൗബമോള് അല്ലേ? നൗബമോള് പഠിക്കണോ? മാജിദമോളല്ല, നൗബമോളാണ്. പഠിക്കണോ? എത്രാം ക്ലാസ്സിലാണ്? മൂന്നാം ക്ലാസ്സിലാണ്. മാഷാ അല്ലാഹ്, നല്ല പാട്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, നബിയെ കുറിച്ച് മദ്ഹ് പറയുക, പാടുക, നല്ല പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ. നബിമോൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ എത്ര പൂവാണ് ഇവിടെ നമ്മുടെ ഈ പാട്ട് കേൾക്കുന്ന എല്ലാവരും എത്ര പൂവാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. അതൊക്കെ നബിമോൾക്കുള്ളതാണ്. എത്ര കൊട്ട പൂവുകളുണ്ട്, കൊട്ടക്കണക്കിന് പൂക്കളുണ്ട്. എന്തായാലും നബിമോൾ നല്ല പാട്ടുകാരി. മുന്നീർ മാജിദമോളുണ്ട്, നബിമോളുണ്ട്, ഇനിയുണ്ട് ഒരുപാട് ആളുകള്. എന്തായാലും നമ്മളെ സെൽവമോള് സെൽവമോളുണ്ട്, ഉൽദുല എന്ന ഐഡിയില് ഹസൻ മോനുണ്ട്, പിന്നെ അബൂനബ എന്നുള്ള ഐഡിയിൽ വേറൊരു നബുമോളുണ്ട്. എല്ലാവരും സെൻഡ് ചെയ്യാം. നമ്മളെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് നമുക്ക് പിന്നീട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ ഉസ്താദുമാരുടെ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതലുള്ള ലക്ഷ്യം. ഒരു കുട്ടിയോടെ ഒന്ന് പാട്ട് പാടുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പലരും ആമീൻ പറയുമ്പോൾ അത് സ്വീകരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ അനുഭവങ്ങളാണ്. എന്തായാലും മുനീറുൽ എന്ന ഐഡിയിൽ നിന്ന് നവമോൾ നമ്മളോട് നല്ലൊരു പാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നബിയുടെ മദ്ഹ് നല്ലതുപോലെ പാടി തന്നു. നല്ല സന്തോഷം തോന്നി, റാഹത്ത് കിട്ടുന്ന ഒരു പാട്ടായിരുന്നു. നവമോൾക്ക് ഒരുപാട് പൂക്കൾ കിട്ടി. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ മുൻപ് ഓടുന്ന പറയുന്നത് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബുമോൾക്കും അതുപോലെ തന്നെ മാജിദമോൾക്ക്, ഹസൻ മോന്, സെൽവമോള്, മറ്റേ നബുമോള് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ ഇനിയും പാടാനും അതുപോലെ തന്നെ പറയാനും കഥകളൊക്കെ പറഞ്ഞു തരാനും. നബുമോൾക്കൊക്കെ ഇനി കഥയുമാണെങ്കിൽ പറയാത്ത കുരുന്നുകൂട്ടം വെറും പാട്ട് മാത്രമല്ല, നമുക്ക് കഥകള്, തങ്ങളെ കുറിച്ചുള്ള കഥകള്, കൊച്ചു കൊച്ചു കഥകളൊക്കെ പറയാം. അതിനുള്ള അവസരം കൂടിയാണ്. പാട്ട് പാടി മാത്രമല്ല, സിനാമോന് മദ്രസയില എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനാമോനൊക്കെ നമുക്ക് വർഷങ്ങളായി പരിചയമുള്ള കുട്ടിയാണ്. എന്തായാലും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ശബ്ദം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും നല്ലതുപോലെ സമസ്ത കേരള ഇസ്ലാം ക്ലാസ് റൂമിലൊക്കെ വന്നുകൊണ്ട് പാട്ട് പാടാൻ, അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുത്തുകൊണ്ട് നല്ലതുപോലെ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പഠിച്ചത് മനസ്സിലാക്കാനുള്ള ഓർമ്മശക്തിയും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ആ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ പ്രവാസ ലോകത്തും നാട്ടിലുമുള്ള ഒരുപാട് ആളുകളാണ്. മക്കൾക്ക്
വിജയത്തിനു വേണ്ടി മക്കളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊണ്ട് ഗുണം കിട്ടുന്നവരിൽ ആ മാതാപിതാക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് നാളെ മക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. മാതാപിതാക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സാലിഹത്തായ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിനോട് പറയുമ്പോൾ എന്റെ ഉപ്പയെയും എന്റെ ഉമ്മയെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ മാതാപിതാക്കൾ നരകത്തിലേക്കുള്ള ലിസ്റ്റിലാവോ അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ലിസ്റ്റിലാണ് നല്ലതുപോലെ നബിയുടെ മദ്ഹൊക്കെ പാടി പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ മാതാപിതാക്കൾ നരകത്തിലേക്ക് പോകേണ്ടവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളുടെ കാരണം കൊണ്ട് മക്കൾ പടച്ച തമ്പുരാനോട് പറയും, അല്ലാഹുവേ എന്റെ ഉമ്മയില്ലാതെ എന്റെ ഉപ്പയില്ലാതെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകില്ല അല്ലാ എന്ന് പറയുമ്പോൾ ആ മക്കളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു മാറ്റിമാറാകട്ടെ. നമ്മൾ എല്ലാവരെയും മക്കളോടുകൂടെ സ്വർഗത്തിൽ കടക്കുന്ന മാതാപിതാക്കളാക്കി അല്ലാഹു മാറ്റിമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്ന എല്ലാവരും വന്ന് പാട്ട് പാടുക. ഇനിയും ഒന്ന് പാടണം, ഇല്ലെങ്കിൽ കഥയെങ്കിലും പറയണം. എന്ത് നമ്മളെ സെൽവമോള് നിങ്ങൾ പോയോ? സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും റൈസാൻഡിലാണ് എന്റെ ശബ്ദം. നമ്മുടെ ക്ലാസ് റൂം എന്നുള്ളത് ജീവനുള്ള ഒരു റൂമാണെന്ന് കൊണ്ട് എല്ലാവരും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും റൈസാൻഡ് ചെയ്യാം. എല്ലാവരും ഇത് മറ്റുള്ള ക്ലാസ് റൂമുകൾ പോലെയല്ല. എത്ര പേരാണ് പഠിച്ചതൊക്കെ മറ്റുള്ള ക്ലാസ് റൂമിലൊക്കെ പോയിട്ട് റൈസാൻഡ് ചെയ്യാമെന്ന് പറയുമ്പോ ഒന്നോ രണ്ടോ ഏറി വന്ന 5 വരെ ഉണ്ടാകും, ബാക്കിയുള്ളതൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഇന്റർനെറ്റ് കയ്യിലുള്ള ഐഡികളായി. എന്തായാലും നമ്മളുടെ ക്ലാസ് റൂം ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും ആക്റ്റീവാണ്, എല്ലാവരും സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് എല്ലാവരും പാട്ട് പാടുക, അതുപോലെ തന്നെ കഥയുണ്ടെങ്കിൽ കഥയൊക്കെ പറയുക, ചരിത്രങ്ങൾ പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പാടാനും പറയാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും മൈക്കിൽ വരാം. ഞാൻ മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരക്കത്തോപ്പിന് പാരി വന്നെത്തുന്ന മന്ദരക്കുളിർ തന്നലേ നീ മനസ്സൂമുത്ത് കൽബിന്റെ ഹാജത്ത് തൊഴിലയക്കാനാരുണ്ടോ നീ എന്റെ തൊഴിലയക്കാനാരുണ്ടോ കരക്കത്തോപ്പിന് പാരി വന്നെത്തുന്ന മന്ദരക്കുളിർ തന്നലേ നീ എന്റെ മനസ്സൂമുത്ത് കൽബിന്റെ ഹാജത്ത് തൊഴിലയക്കാനാരുണ്ടോ നീ എന്റെ തൊഴിലയക്കാനാരുണ്ടോ പച്ച വിരിച്ചുള്ള പിച്ചക പൂന്തപ്പിൽ പൂന്തെന്ന് വരാറുണ്ടോ പുണ്യമദീനത്ത് പുഞ്ചിരി തൂകിടും പോമ്പയോ കഴുകിത്തലോടാറുണ്ടോ നീ എന്നും കഴുകിത്തലോടാറുണ്ടോ കരക്കത്തോപ്പിന് പാരി വന്നെത്തുന്ന മന്ദരക്കുളിർ തന്നലേ നീ എന്റെ മനസ്സൂമുത്ത് കൽബിലെ ഹാജത്ത് തൊഴിലയക്കാനാരുണ്ടോ നീ എന്റെ തൊഴിലയക്കാനാരുണ്ടോ നീ എന്റെ തൊഴിലയക്കാനാരുണ്ടോ നിഷ്കിൻ സുഗന്ധം വിതറിക്കൊണ്ടിഷ്കിന്റെ ശിലുകൾ കോർക്കാറുണ്ടോ ഭൂമുത്തും ചാരത്തിരുന്നും കൊണ്ടെന്നും ഷൗഖിന്റെ വിധികൾ കേൾക്കാറുണ്ടോ ഷൗഖിന്റെ വിധികൾ കേൾക്കാറുണ്ടോ കരക്കത്തോപ്പിന് പാരി വന്നെത്തുന്ന
മന്ദാരക്കുളിർ തെന്നലേ നീ എന്റെ മനസ്സൂമുത്ത് കൽവിന്റെ ഹാജത്ത് തൊഴുതയെ കാണാറുണ്ടോ നീ എന്റെ തൊഴുതയെ കാണാറുണ്ടോ പാവന പാദം പതിയുള്ള മണ്ണിൽ നീ ചുംബനം ചാർത്താറുണ്ടോ കായിക്കും ചാരത്തണയുമ്പോൾ ധാരയായി നീ എന്നും കണ്ണുനീർ വാർക്കാറുണ്ടോ നീ എന്നും കണ്ണുനീർ വാർക്കാറുണ്ടോ നീ എന്നും കണ്ണുനീർ വാർക്കാറുണ്ടോ കാരക്കത്തോ പിന്നി പാറി വന്നെത്തുന്ന മന്ദാരക്കുളിർ തെന്നലേ നീ എന്റെ മനസ്സൂമുത്ത് കൽവിന്റെ ഹാജത്ത് തൊഴുതയെ കാണാറുണ്ടോ നീ എന്റെ തൊഴുതയെ കാണാറുണ്ടോ കുട്ടികളെ ഞാൻ നല്ല പാട്ടുകാരെന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം ഉഷാറായിട്ടിരുന്ന പാട്ടുപാടി. അപ്പോ എനിക്ക് എന്നെ ശ്രമിക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികളോടും പറയുവാനുണ്ട്, ഇത്തരം നല്ല ഗാനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ പാടണം. കാരണം ഈ പാട്ടൊക്കെ ഒരു നല്ല കുട്ടികൾ പാടേണ്ടില്ല, നല്ല ചെറിയ കുട്ടികളെ നല്ല രസമുണ്ടാകും കേൾക്കാൻ. അതുകൊണ്ട് കുട്ടികൾ പരമാവധി ഇത്തരം നല്ല ഗാനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് പാടിച്ച് നമ്മളൊക്കെ കൽവിനെ സന്തോഷിപ്പിക്കണം എന്നാണ് എന്നെ ശ്രമിച്ച കുട്ടികളൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബങ്ങൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കൊക്കെ ഒരു ഉഷാറ് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു പാട്ട് പാടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൽകിയതെന്നും എന്നുമ്മ അമ്മിന്റെ പാലോടിടും താരാട്ടാകിയതും ഉമ്മ ഉമ്മ ഉമ്മുമ്മ നൽകിയതെന്നും അമ്മ ഉമ്മ എന്നുമ്മ നൽകിയെന്നും എന്നുമ്മ അമ്മിന്റെ പാലോടിടും താരാട്ടാകിയതും ഉമ്മ. എന്തായാലും സലമോള് മൈക്കിൽ വന്നു, നല്ല പാട്ട് അല്ലേ? ഉമ്മ ഉമ്മ പൊന്നുമ്മ. വെറും ഉമ്മാനെ കുറിച്ച് മാത്രം പാടിയല്ലേ തരം കുട്ടികൾ പഠിക്കണല്ലേ? ഉമ്മാനെ കുറിച്ച് മാത്രം പാടിയാല് സെൽവമോളെ ചിലപ്പോ ഒട്ടും കൂടാവും. അപ്പൊ എന്തായാലും ഉമ്മാനെ പറ്റി പാട്ട് പാടിയ നിലക്ക് എന്ത് ചെയ്യണം? വന്നിട്ട് നീ ഉപ്പാനെ പറ്റി ഒരു പാട്ട് പാടണം. അത് ഇപ്പൊ ചിലപ്പോ പാടില്ലേ? നീ ഉപ്പാനെ കുറിച്ച് പറഞ്ഞോ, ഉപ്പാ ഉപ്പാ പൊന്നുപ്പാ, ഉപ്പാ ഉപ്പാ പൊന്നുപ്പാ. ഇങ്ങനെ ഉപ്പാനെ പറ്റി പാടാ സെൽവമോളെ. ഉപ്പ മിഠായി കൊണ്ടുവന്ന് തരും. ഇങ്ങനെ ഒരുപാട് പാട്ടൊക്കെ പാടാം. നല്ല പാട്ട് ഉമ്മാനെ കുറിച്ച്. ഇത് ഉമ്മ പറഞ്ഞു തന്നതാണോ സെൽവമോളെ? അല്ല. എന്തായാലും നല്ല പാട്ടായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളൊന്നും മൈക്കിൽ വരാത്തത് കാരണം നമ്മുടെ അബ്ദുള്ളക്ക ഒരു പാട്ട് നമ്മളോട് പാടി. നിങ്ങളൊന്നും മൈക്കിൽ വരാത്ത പിന്നെ വലിയ കുട്ടികൾക്ക് പാടണം തോന്നി. അപ്പനും കുട്ടി തന്നെയാണല്ലോ, ഉമ്മാന്റെ കുട്ടി നിലക്ക് കുട്ടിയാണ്. അപ്പോ എന്തായാലും ഈ അടുത്ത ആളുകള് അർണാദ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അടുത്ത ആള് മൈക്കെടുക്കാം. എന്താ ആരും മൈക്കെടുക്കാത്ത? അടുത്ത ആൾ മൈക്ക് എടുക്കാം, അല്ലെങ്കിൽ
മൻഷിഫ് ടീം എന്ന ഐഡിയയിലുള്ള ആള് അവിടെ ഉണ്ടോ? എന്റെ സൗണ്ട് എടുക്കുന്നുണ്ടോ? റേസാന്റെ വീട്ടിൽ നിൽക്കരുത്. അർണദവി അല്ലെ എയർ നദിയോ ഇല്ലേ? സോറി, എയർ നദി വന്നാവാൻ സാധ്യത ഉണ്ട്. അർണദ് പറഞ്ഞ ഞാൻ ആകെ നോക്കി എന്താ ഐഡിയ. AR നദവി 1 എന്ന ഐഡിയയുള്ള ആളുടെ ശബ്ദം നേരത്തെ റൈസാൻ ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തോ, പിന്നെ റൈസാൻ ചെയ്യാൻ ഞാൻ പാടും പഠിച്ചേനെ. സെൽവമോൾ അവിടെ ഉണ്ടോ? സെൽവമോളിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ ഇനി ഉപ്പാനെ കുറിച്ചൊരു പാട്ട് പാടും മോള്. മോള് ഞാൻ പാടാം. അതിനു മുമ്പ് US വൈസിസ്റ്റാന് വിട്ട് പാട്ട് പാടാനേക്കണം. ഓക്കെ, സെൽവമോൾ വന്നിട്ടുണ്ട്. ഉപ്പാനെ കുറിച്ചൊരു പാട്ട് പാടും സെൽവമോള്. ഞാനൊരു മൈക്കിൽ ചെയ്യുന്നു. വീട്ടിൽ പിറന്നുള്ള ഫാത്തിമ സെൽവമോളെ ഞങ്ങള് അവിടെ എല്ലാം പോയി മൈക്കിന് വേണ്ടി അടി കൂടുന്നുണ്ടോ? ഓരോരുത്തരും വന്ന് പാടിക്കോളും, നമുക്ക് കുറേ നേരം കേൾക്കാമല്ലോ. സെൽവമോളെ രണ്ടുപേരും ഓരോരുത്തരും മൈക്കിന് വേണ്ടി അടി. സെൽവമോളെ മൈക്ക് ഞാൻ പറഞ്ഞതുപോലെ പാട്ട് പാടും. ഉപ്പാനെ കുറിച്ചൊരു പാട്ട് പാടും. രണ്ടുപേരെങ്കിൽ രണ്ടുപേര്. ഉമ്മാനെ കുറിച്ച് പാടിയോണ്ടാ ഞാൻ പറഞ്ഞത്. ഉപ്പാനെ കുറിച്ച് രണ്ടുപേരെയും രണ്ടുപേര് പാടും. ഞാൻ പാടിക്കുന്നതുപോലെ പാടിയ മതി. സെൽവമോൾ വായിക്കുക. ഞാനേ നമ്മുടെ അബ്ദുള്ള സാഹിബ് അവിടെ ഉണ്ടല്ലോ അല്ലെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ജസ്റ്റ് ഒന്ന് മൈക്ക് എടുക്കണം. കാരണം 6:40 ഇവിടെ നാട്ടില് ബാങ്കിന്റെ സമയമായി. അല്പം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആരെങ്കിലും അബ്ദുള്ള സാഹിബ് മൈക്ക് എടുക്കും. ഞാൻ നോമ്പ് പറഞ്ഞു വരാം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, ഉസ്താദിലേക്ക് നോമ്പാണ് കുട്ടികളെ. ഉസ്താദ് നോമ്പ് തുറക്കാൻ പോയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് അത് കഴിഞ്ഞാൽ ഉസ്താദ് വരും. അപ്പോൾ എല്ലാ കുട്ടികളും, നമുക്ക് ഇന്ന് ഖുർആൻ ക്ലാസ് ഇല്ല, അപ്പൊ ആ സമയം കൂടി നമുക്ക് നല്ല ഒരു പാട്ട് പാടാം. അതുകൊണ്ട് എല്ലാ കുട്ടികളും, പാടിയ കുട്ടികൾ വീണ്ടും വീണ്ടും വന്ന് പാടണം. നമ്മുടെ കുരുന്നുകൂട്ടം ബഹുമാനപ്പെട്ട സമസ്ത നമുക്ക് ഒരുക്കി തന്ന ഈ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയ പരിപാടിയാണ്